ചൈനയ്ക്കെതിരെ ചുമത്തിയത് 145% പകരച്ചുങ്കമെന്ന് വൈറ്റ് ഹൌസ്. ചൈന മുന്നോട്ട് വന്നാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ട്രംപ്. US സിനിമകളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ ചൈനയും തയ്യാറെടുക്കുകയാണ്. ഇതിനിടെ അമേരിക്കൻ ഓഹരി വിപണി താഴേക്ക് കൂപ്പുകുത്തുന്നു. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഇന്നലെ തന്നെ ഡൗ ജോൺസ് ഉൾപ്പെടെയുള്ള എല്ലാ സൂചികകളിലും വലിയ ഇടിവ്. ഒരുപക്ഷെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ കുതിപ്പിന് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചു. ആ കുതിപ്പ് എങ്ങനെയായിരുന്നോ അതിന്റെ ഇരട്ടി വേഗത്തിൽ താഴേക്ക് കൂപ്പുകുത്തുമ്പോൾ എങ്ങനെയാണ് സാമ്പത്തിക ലോകം ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ വിലയിരുത്തുന്നത്? ശ്രീജ, പ്രധാനമായിട്ടും ചൈന അമേരിക്ക രണ്ട് വ്യാപാര ശക്തികൾ തമ്മിൽ ഒരു പരസ്യമായിട്ടുള്ള ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് ഉറ്റുനോക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ. ആദ്യം 20% തീരുവ എന്നുള്ളത് പിന്നീട് 125 വരുമ്പോൾ 145 പകരച്ചുങ്കം എന്ന വൈറ്റ് ഹൗസിന്റെ വിശദീകരണം വരുന്നു. അതായത് 145% എന്ന വലിയ ഒരു ഇറക്കുമതി ചുങ്കം ചൈനയുടെ മുകളിൽ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് വൈറ്റ് ഹൗസ് പോകുന്നു. സ്വാഭാവികമായിട്ടും ചൈന കടുത്ത തിരിച്ചടിയാണ് ഇതിനകത്ത് പ്രസ്താവിച്ചിരിക്കുന്നത്. ഒറ്റയടിക്ക് അമേരിക്കൻ സിനിമകൾക്ക്, ഹോളിവുഡ് സിനിമകൾക്ക് ചൈനയിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചുകൊണ്ട് ചൈന അങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഹോളിവുഡ് സിനിമകൾക്ക് ഒരു വിലക്ക് തന്നെയാണ് ചൈന പറഞ്ഞിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ട്രംപിന്റെ പ്രതികരണം വളരെ പെട്ടെന്ന് വന്നത് ഷീ ജിൻപിങ് ഇങ്ങനൊരു തീരുമാനമെടുത്തല്ലോ എന്നുള്ള ചോദ്യത്തിന് ഇതിനും മോശമായിട്ടുള്ളത് കണ്ടിട്ടുണ്ട്, അതായത് ഇത് ഗൗരവമാക്കുന്നില്ല എന്നൊരു നിലപാടിലേക്ക് ട്രംപ് പോയി. പക്ഷേ അതിനുശേഷം ചൈന ഇത് ലോക വ്യാപാര സംഘടനയിൽ പരാതിയായി ഉന്നയിച്ചിരിക്കുന്നു. ഏഷ്യ അടക്കമുള്ള മറ്റ് സാമ്പത്തിക ശക്തികളോടും ഏഷ്യയിലെ മറ്റ് രാജ്യങ്ങളോടെല്ലാം ഈ വിഷയത്തിനകത്ത് നിരുപാധികം പിന്തുണ നൽകണമെന്ന് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ, ചൈനയോടുള്ള അമേരിക്കയുടെ നിലപാട് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ കിട്ടേണ്ട ഒരു കാര്യമാണ് എന്ന് ചൈന പ്രകടമാക്കുന്നു. ഒപ്പമാണ് ഇതാണ് അമേരിക്ക കാണിക്കുന്നതെങ്കിൽ തിരിച്ചടിക്കാൻ തങ്ങൾക്കറിയാം എന്നുള്ളൊരു നിലപാടിലേക്ക് ചൈന കടക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ചൈന തയ്യാറാണെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ഒരുക്കമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ആദ്യം ഹോളിവുഡ് സിനിമകൾക്ക് വിലക്ക് വന്നേക്കും എന്ന സമയത്ത് അത് ഗൗരവമായി എടുക്കാതിരുന്ന ട്രംപ് ഇപ്പോൾ ഈ വിഷയത്തിനകത്ത് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. 145% എന്ന് പറയുന്ന ഇത്രയും ഉയർന്ന തീരുവ ചുങ്കം അത് ചൈനയ്ക്ക് മാത്രമായിട്ട് വന്നിരിക്കുന്നത്. ലോക വ്യാപാര സംഘടനയുടെ മുന്നിലും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സഹായവും പിന്തുണയും ചൈന വ്യാപകമായി തേടുന്ന സാഹചര്യത്തിൽ അമേരിക്ക നിലപാടൊരൽപ്പം മയപ്പെടുത്തുന്നു എന്നുള്ളൊരു വിഷയമാണ് വരുന്നത്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ചൈന തയ്യാറാണെങ്കിൽ വൈറ്റ് ഹൗസ് തയ്യാറാണെന്ന് പറയുന്നിടത്ത് ഒരുപക്ഷെ അതിൽ മയപ്പെട്ടേക്കാം, താരിഫ് കണക്കുകളിൽ വ്യത്യാസമുണ്ടായേക്കാം. പക്ഷെ ട്രംപിന്റെ പൊതുവെ ഇറക്കുമതി തീരുവ ചുങ്കവുമായി ബന്ധപ്പെട്ടുള്ള മൊത്തത്തിൽ ഉള്ളൊരു നിലപാടിൽ വ്യത്യാസമുണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ചൈന അമേരിക്ക ഒരു പരസ്യ വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമെന്നുള്ള ഒരു ആശങ്കകൾക്കിടയിൽ മയപ്പെടുന്നു എന്നുള്ള ചെറിയ സൂചനകളാണ് ഈ സമയത്ത് വരുന്നത്. ശ്രീജ, അപർണയാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ.